പുതിനയിലയോ തൈരോ ഇല്ലാണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കെപ്കോയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ബിരിയാണി കട്ട് പീസാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് വാഷ് ചെയ്ത് അതേപടി കുക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഇതിൽ നെയ്യൊന്നും മാറ്റാൻ എനിക്ക് സമാധാനമില്ല. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിട്ടിട്ടുണ്ട്. മാരിനേഷൻ പരിപാടി നോക്കിയാലോ. ജിഞ്ചർ ഗാർലിക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഹാഫ് ലൈം ജ്യൂസ്, ഉപ്പ്, ഇതെല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് ചിക്കനിൽ നല്ലോണം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഗാർണിഷിങ്ങിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ആദ്യം കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ആകുമ്പോൾ കിസ്മസും കൂടി ഇട്ട് ബോൾസ് ആയി വരുമ്പോഴത്തേനും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് 2 നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിയും, പിന്നെ പണിയെല്ലാം പാളും വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ചിക്കൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് 4 സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചതച്ചതും കൂടി ഇടുകയാണ്. ഞാൻ മീൻവെയിൽ 3/4 കിലോ ജീരകശാല അരി വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഓയിലിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിക്കൊണ്ടിരുന്ന സവോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടുക. അതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത മിക്സി ജാറുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അരി തിളപ്പിക്കാനാട്ടോ. അപ്പോൾ അതിലേക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജീരകശാല റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ദം ഇടുന്ന പ്രോസസ്സിലേക്ക് പോകാൻ. ഞാൻ നേരത്തെ ആദ്യം സവോള വഴറ്റിയല്ലോ ആ പാനിൽ തന്നെയാണ് ദം ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കുക. ആൻഡ് എഗെയിൻ ദ ഫൈനൽ ലെയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചോറ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സവോള, കിസ്മിസ്, കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു നെറ്റ് വെക്കുന്നുണ്ട്. എൻ്റെ അടുപ്പൊക്കെ കുറച്ച് മെസ്സി ആയിട്ടുണ്ട് കേട്ടോ, ഇഗ്നോർ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാട്ടോ നമ്മുടെ ദം ചെയ്യുന്ന പാത്രം വെക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ദം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ്സ് ദം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, കാരണം കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പുതിനയില ഇല്ലയെന്നും പറഞ്ഞ് ഒരു വ്യത്യാസവും വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ടേസ്റ്റി ചിക്കൻ ദം ബിരിയാണി. സോ എല്ലാവരും ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.